ചൂരൽമല സ്വദേശി നിഖിത നമ്മോടൊപ്പം ചേരുകയാണ്. ഇവരുടെ അച്ഛനും അമ്മയും നിലവിൽ മിസ്സിംഗ് ആണ് എന്നാണ് പറയുന്നത്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കൈക്കുഞ്ഞും ഒപ്പം തന്നെ മറ്റു 2 കുട്ടികളും ഭർത്താവുമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആരാണ് മിസ്സായിരിക്കുന്നത്? അച്ഛനും അമ്മയാണ് മിസ്സായിട്ടുള്ളത്. ഇന്നലെ നിങ്ങൾ രക്ഷപ്പെട്ടു എത്തിയതാണോ? രക്ഷപ്പെട്ടെത്തിയതാണ്. ഞങ്ങൾ ഒരു ഉറക്കത്തിൽ പെട്ടു. ആ ഉറക്കം ഉണരുമ്പോഴേക്കും വീടിൻ്റെ മുൻഭാഗമൊക്കെ പോയി. പിന്നെ ഈ കുഞ്ഞും ആയിട്ട് എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്? എങ്ങനെയാണ്? ഞങ്ങളൊരു ഭിത്തി, ഞങ്ങൾ കിടക്കുന്ന ആ ഒരു റൂം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആ റൂമിലേക്കാണ് ബാധിക്കാത്തത്. മുൻവശത്ത് ആയിരുന്നു, ഫ്രണ്ടിലുള്ള റൂമിലായിരുന്നു അച്ഛനും പിന്നെ അമ്മയും അതുപോലെ എൻ്റെ മൂത്ത മോനും. അവനൊരു സൗണ്ട് കേട്ട് അവന് ഉണർന്നു വരുമ്പോഴേക്കും അവനെയും കൊണ്ട് പോവുക ചെയ്തത്. അവനൊരു മരത്തിൽ തൂങ്ങി പിടിച്ചിട്ട് രക്ഷപ്പെടുക ചെയ്തത്. ഞങ്ങൾ പിന്നെ ഏട്ടനെ നീച്ചിട്ട് പുറത്തു പോയി അന്വേഷിക്കുമ്പോൾ താഴെ തൂങ്ങിക്കിടക്കുകയായിരുന്നു അവന്. പിന്നെ ടോർച്ച് എടുത്ത് പോയി നോക്കുമ്പോൾ ഒലിച്ചു പോയിട്ടുണ്ട്, കുറച്ച് ദൂരം ഒലിച്ചു പോയിട്ടുണ്ട്. അവന് ഒരു മരത്തിൽ പിടിച്ചു. ആ മരം പോണ കണ്ടപ്പോൾ അടുത്ത മരത്തിലും പിടിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടതാണ് എൻ്റെ മോന്. അവിടുന്ന് ഏട്ടൻ പോയിട്ട് പിന്നെ ഉന്തി രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴുത്തറ്റം ചെളി തന്നെയായിരുന്നു. ആ ചെളിയിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഏതിലേക്കോ എന്തൊക്കെ ചവിട്ടി, എങ്ങനെയാന്ന് തന്നെ എത്തിയതെന്നറിയില്ല. അതിലൂടെയൊക്കെ ചവിട്ടി രക്ഷപ്പെട്ടു വന്നു. പരിക്കേറ്റിരുന്നോ? കഴുത്തിൻ്റെ ചളിയാന്ന് പറയുന്ന സമയത്ത് പരിക്കേറ്റിരുന്നു? ഇല്ല, ഞങ്ങൾക്ക് പരിക്കില്ല. ഞങ്ങൾ പിന്നെ ചെറിയ പോറലും മുറിവുകളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ മോൻ്റെ മേലും മൊത്തം പിന്നെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. മരം വന്നിട്ട് ഇടിച്ചിട്ടൊക്കെ. ഇപ്പോൾ കുഴപ്പമില്ല, എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആരോഗ്യത്തോടെ കിട്ടി. മിസ്സായിരിക്കുന്ന അച്ഛൻ്റെ അമ്മേൻ്റെ പേര് വിവരങ്ങളൊന്നും? അച്ഛൻ്റെ പേര് രാമൻകുട്ടി, അമ്മേൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. അച്ഛന് ഏകദേശം 80 വയസ്സുണ്ട്, അമ്മയ്ക്ക് 75 വയസ്സുണ്ട്. നിലവിൽ ഇവരുടെ അച്ഛനും അമ്മയാണ് മിസ്സായിരിക്കുന്നത്. നിലവിൽ അവർ പരിശോധന നടത്തുന്നുണ്ടെങ്കിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്.